നിന്റേതാകരുത്. ആദ്യം ചെല്ലുന്ന ആൾ നീ ആകരുത്. അത് നീ വളരെ ശ്രദ്ധിക്കണം. ഹബീബ നബി പറയാ, നോക്ക്, ലാ തകൂനന്ന ഇനിസ്തതഅത അവ്വല മൻ യദ്ഖുലു സൂഖ. അങ്ങാടിയിലേക്ക് ആദ്യം ചെന്ന ആൾ കഴിയുന്നിടത്തോളം, ഇനിസ്തതഅത നിനക്കങ്ങനെ കഴിയുമെങ്കിൽ, ചിലപ്പോൾ നിനക്ക് കഴിയൂല, നീയായിരിക്കും ആദ്യം ഏൽപ്പിക്കപ്പെട്ട ആൾ, അപ്പൊ നിനക്ക് ആദ്യം പോകേണ്ടി വരും. നിനക്ക് മനസ്സിലാവുണ്ട്? സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാൻ, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാൻ, എന്റെ വകയല്ല, മുസ്ലിമിന്റെ ഹദീസാൻ. നിങ്ങൾ അതിരാവിലെ ആദ്യം അങ്ങാടി കയറി ചെല്ലുന്ന ആൾ നീ ആകരുത്. വലാ ആഖിറ മൻ യഖ്റുജു മിന്നാ, അങ്ങാടിന് അവസാനം പോകുന്ന ആളും നീ ആകരുത്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ആദ്യം അങ്ങാടി ചെന്ന ആളും നീ ആകരുത്. ഇങ്ങോട്ട് പറയാം. അവസാനം അങ്ങാടിന്ന് പോന്ന ആളും നീ ആകരുത്. എന്തുകൊണ്ട്? പിശാച് അവിടെ മനുഷ്യന്റെ തടി കയറാൻ വേണ്ടി യുദ്ധം ചെയ്ത് കത്തി നിൽക്കുക. അവന്റെ യുദ്ധം, ഞാൻ കയറും എന്ന് പറഞ്ഞിട്ട് പിശാച് അവിടെ മനുഷ്യന്റെ തടിയിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എവിടെ? ഇങ്ങോട്ട് പറയും, എവിടെ? അങ്ങാടിയിൽ. അങ്ങാടിയിലാണ് പിശാചിന്റെ കൊടി നാട്ടപ്പെടുന്നത്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ശ്രദ്ധിച്ചോ, മനസ്സിലായി പറഞ്ഞത്? അവിടെയാണ് പിശാചിന്റെ കൊടി. നമ്മൾ കാണുന്ന കൊടിയല്ല മനുഷ്യന്മാരെ, കാണുന്ന കൊടിയും ചിലതൊക്കെ പിശാചിൻ്റെതായിരിക്കും എന്ന്. ഇത് അതല്ല പറയുന്നത്, നിങ്ങൾ കാണാത്ത കൊടി തന്നെ ധാരാളം ഉണ്ട്. അങ്ങാടിയിലാണ് പിശാചിന്റെ കൊടി നാട്ടപ്പെടുക എന്ന് ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. عن ابن عباس نهى رسول الله صلى الله عليه وسلم. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. نهى رسول الله صلى الله عليه وسلم أن يجلس الرجل بين الضحى والظل. ഒരാൾ വെയിലിന്റെയും തണലിന്റെയും കൂടെ ഇടയിൽ ഇരിക്കൽ റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. ഒന്നിരിക്കൽ വെയിലത്തിരിക്കണം, അല്ലെങ്കിൽ തണുത്തിരിക്കണം. എന്നിട്ട് ഖാല, മുസ്തഫ നബി പറഞ്ഞു, ദാക മജ്ലിസു ശൈത്താൻ, അവിടെയായിരിക്കും ശൈത്താൻ ഇരിക്കുക. അതായത് പകുതി തണലും, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരാൾ ഇരിക്കുന്നിടത്ത് തണൽ വന്നു, പകുതി തടി തണലിലും പകുതി തണി വെയിലിലും ആണെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഒന്നിരിക്കൽ തണലിലേക്ക് ഇരിക്കണം, അല്ലെങ്കിൽ വെയിലിലേക്ക് ഇരിക്കണം. ലാ തജ്ലിസു ബൈനൽ ദുഹി വല്ലില്ലി, നിങ്ങൾ തണലിന്റെയും വെയിലിന്റെയും കൂടി ഇടയിലിരിക്കാൻ പാടില്ല. ഫഇന്നഹ മജ്ലിസു ശൈത്താൻ, അത് പിശാചിന്റെ ഇരിപ്പിടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് തർഗീബിൽ ഇമാം ഹാഫിദുൽ മുൻദിരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ വളരെ ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങൾ സ്വാഭാവികമായിട്ടും അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? പിശാചിന് വീടിൽ ഭാഗമുണ്ട്, പിശാചിന് അങ്ങാടിയിൽ ഭാഗമുണ്ട്, പിശാചിന് പിന്നെ ഭക്ഷണമുണ്ട്, പലതുണ്ട്, പിശാചിന് ഇരിപ്പിടമുണ്ട്, പലതുണ്ട്. ഇതൊക്കെ പിശാച് നമ്മുടെ കൂടെ നടക്കുന്ന സംഗതികളാണ്. ഞാൻ ഒരു കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ ചില വിഷയങ്ങൾ പറയട്ടെ. ശരി, പിശാചിനെ വീട്ടിൽ നിറക്കി വിടാനുള്ള മാർഗം എന്താ? സ്വഹീഹുൽ ബുഖാരി പിശാചിനെ ഇറക്കി വിടാനുള്ള മാർഗം എന്താ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ, നിങ്ങളെ വീടുകൾ നിങ്ങൾ ഖബറാക്കാൻ പാടില്ല. വീടുകൾ ഖബറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് വീട്ടിൽ മനുഷ്യനെ മറമാടരുത് എന്നല്ല അതിന്റെ അർത്ഥം. അത് തെറ്റാണ്. എന്തുകൊണ്ട്? ഹബീബാർ മനസ്സിലായില്ല. വീട്ടിൽ മറമാടരുത് എന്നല്ല അതിനർത്ഥം. അത് അന്തല്ലാതെ വെക്കുന്ന അർത്ഥം, അത് തെറ്റാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ഹബീബായ നബിയെ പോലും സ്വന്തം വീട്ടിലെ മറമാടിയത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞു. എന്തൊരു അന്തല്ലാത്ത വാക്കായി പറയുന്നത്. വീട്ടിനെ ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ മറമാടരുത് എന്നല്ല. ഖബർ എന്നാൽ മനുഷ്യൻ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. കേവലം ഉറങ്ങാൻ വേണ്ടി മാത്രം നിങ്ങൾ വീട്ടിലേക്ക് പോകരുത്. അവിടെ ഖുർആൻ, ദിക്ർ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞു. ഇതാണ് പറഞ്ഞ വാക്കിന്റെ താല്പര്യം. എന്നിട്ട് ഈ ഹദീസിന്റെ ബാക്കിയാണ് ഫഇന്ന ശൈത്വാന تقرأ فيه فإن البيت الذي تقرأ فيه سورة البقرة يخرج من لا يدخله الشيطان. പിശാച് അൽ-ബഖറ ഓടുന്ന റൂമിലേക്ക്, വീട്ടിലേക്ക് കയറാൻ ഒരിക്കലും പിശാചിന് കഴിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ അൽ-ബഖറ ഓതണം. വളരെ കഴിയും. 256 ആയത്ത്
ഹബീബായ നബി പറഞ്ഞു വലാ യഅതീഹൽ ബത്താൽ, ഈമാനില്ലാത്ത ആളുകൾക്ക് അതിന് സാധ്യമല്ല. ഒരു ഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഒരാൾക്ക് ഇത്തരം കാര്യത്തിൽ കഴിവ് കുറയാണ് എങ്കിൽ, തിരക്കോ മറ്റോ ആണ് എങ്കിൽ അയാൾക്കൊരു പരിഹാരമാണ് അൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്തും അവസാനത്തെ 2 ആയത്തും കൂടെ. അത് നമ്മളെ ഹജ്ജാജിലുണ്ടല്ലോ, മനസ്സിലായല്ലോ. അലിഫ് ലാം മീം ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് والذين يؤمنون بما أنزل إليك وما أنزل من قبلك أولئك على هدى من ربهم وأولئك هم المفلحون إن الشيطان يفر من അതേപോലെ തന്നെ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ഞാൻ വിശദീകരിക്കണില്ല. അപ്പൊ അൽ ബഖറ പൂർത്തോരാൻ കഴിയുമെങ്കിൽ 286 ആയത്തുള്ളത്. കഴിയൊക്കെ ചെയ്യും, വളരെ കുറച്ചല്ലേ ഉള്ളൂ. കഴിയൊക്കെ ചെയ്യും. ഒന്ന് വിചാരിച്ച ഒരു 2-2.5 ജുസ് അല്ലേ ഉള്ളൂ. ഒരു ജുസ് ഓതാൻ എത്ര നേരം വേണം? ഒരു 20-25 മിനിറ്റ്. ഇനി പോട്ടെ, ഞാൻ പറയട്ടെ, ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് നോക്കൂ. ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ടൊക്കെ ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ 2-2.5 ജുസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും ചില്ലറുകൊണ്ടും അതിന് മുമ്പ് തന്നെ ഒരു തീരാൻ കഴിയുന്ന ആളുകളുണ്ടാവും. തജ്വീദ് അനുസരിച്ച് തന്നെ. മൈക്ക സുഖമില്ല കേട്ടോ, മൈക്ക ഒച്ച എങ്ങനെ എക്കോ ഉണ്ടാവുന്നുണ്ടെന്നല്ല, മൈക്കൊക്കെ സുഖമില്ല. മൈക്ക് ഇന്നലത്തെ സുഖമില്ല, ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വളരെ ശ്രദ്ധിക്കണം, വളരെ മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മളാണ് ചെയ്താൽ അതുകൊണ്ട് പിശാചിനെ നമുക്ക് തടയാൻ കഴിയും. ആയത്തുൽ കുർസി ഓതുക. അതേപോലെ തന്നെ ഇഖ്ലാസ് മുഅവ്വദതൈനി. ഹബീബ റസൂൽ പറഞ്ഞു, എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ഒരാൾ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലക്ക്, നാസ് എന്നിവ ഓതിയാൽ പിശാചിനെ അയാളെ ഉപദ്രവിക്കാൻ കഴിയില്ല. രാവിലെയും ചെയ്യുക, അതുപോലെ തന്നെ വൈകുന്നേരം ചെയ്യുക എന്ന് ഹബീബ റസൂലുള്ളാഹി. അതേപോലെ തന്നെ ഹബീബ റസൂൽ പറഞ്ഞു, ഖുൽ ബിസ്മില്ലാഹ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഖുൽ ബിസ്മില്ലാഹ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഉടനെ ബിസ്മില്ല. അത് പിശാചിനെ ഓട്ടിക്കുന്ന കാര്യമാകുന്നു, പിശാചിനെ ഓടിച്ചു കളയും എന്ന്. നീ ബിസ്മി ചൊല്ലിയിട്ട് ഒരു കാര്യം ചെയ്താൽ പിശാച് വളരെ നിന്യനായി പോകും. അവനൊരു ഈച്ചയെ പോലെ ചെറുതായി പോകുമെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വീട്ടിൽ ദാരിദ്ര്യം വരുത്താൻ പ്രവർത്തിക്കുന്ന ഒരാൾ ശൈത്താനാകുന്നു. ദാരിദ്ര്യം വരൽ ശൈത്താന്റെ ലക്ഷ്യമാണ്. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളല വല്ലാഹു വാസിഉൻ അലീം. അങ്ങനെ പറ. അയക്ക കുറച്ച് കൂടണ്ട, മൈക്ക നന്നാക്ക്. എക്ക കൂട്ടല്ല വേണ്ടത്, മൈക്ക നന്നാക്ക്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. നിങ്ങളെ ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തത് പലപ്പോഴും ആരായിരിക്കും? ശൈത്താന. വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളല. നിങ്ങൾക്ക് വിശാലമായി ചൊരിഞ്ഞു തരലാണ് അള്ളാഹുവിന്റെ താല്പര്യം. എന്നാൽ ഇടയിൽ നിങ്ങളെ കൊണ്ട് പല കർമ്മം ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാക്കും ആര്? ശൈത്താൻ. അതിനും പരിഹാരമുണ്ട്. ഒരു വീട്ടിൽ ദാരിദ്ര്യം ഒഴിവാകാൻ പരിഹാരം ഒരു സാന്ദർഭികമായ ശൈത്താനിയത്താ പറയുന്നത്. ഇനി മറ്റു വിഷയത്തിലേക്ക് കിടക്കാം. മൻ ഖാല ലാ ഇലാഹ ഇല്ല മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 100 മറ കുല്ല യൗമിൻ ലം യുസിബഹു ഫഖറുൻ അബദാ. ഓരോരുത്തരും ഒരു ദിവസം എന്ത് ചെയ്യാന്നറിയോ? എന്ത് ചെയ്യാ? ഒരു 100 വട്ടെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവിന്റെ അഭയം തേടുക നബി പറയുന്ന താല്പര്യം. വഹ്ദാനിയത്തിൽ, അള്ളാഹിന്റെ ഏകത്വത്തിൽ അഭയം തേടുക, അള്ളാഹിന്റെ വഹ്ദാനിയത്തിലേക്ക് ചേരുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതുവഴി ദാരിദ്ര്യം ഉണ്ടായിപ്പോ. ഇതിന്റെയൊക്കെ പിന്നിൽ, ഈ ദാരിദ്ര്യ